ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെ ആ വിശേഷം കണ്ണകി ചരിതം ഞാൻ പറഞ്ഞു തരാമെന്ന്. ചിലപ്പതികാരം എന്ന് പറയുന്ന ഒരു പഴയ തമിഴ് സംഘകാല കൃതിയാണ്. എഴുതിയത് ഇളങ്കോവടികളാണ്. അതിലാണ് കണ്ണകി ചരിതം വിവരിച്ചിരിക്കുന്നത്. കാവേരി പട്ടണത്തിലെ ധനികനായ ഒരു വ്യാപാരിയുടെ മകനായിരുന്നു കോവലൻ. കോവലൻ വിവാഹം കഴിച്ചത് കണ്ണകി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. അതിനുശേഷം കോവലനും കണ്ണകിയും കാവേരി പൂമ്പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ സന്തോഷപൂർവ്വം താമസിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കാണ് കോവലന് മാധവി എന്ന് പറയുന്ന ഒരു നൃത്തം ചെയ്യുന്ന ഒരു സ്ത്രീയുമായി പ്രണയത്തിലാവുകയും അതിനുശേഷം കോവലൻ മാധവിയുടെ കൂടെ താമസമാക്കുകയും ചെയ്തു. അങ്ങനെ മാധവിയോടുള്ള അമിതമായ സ്നേഹം നിമിത്തം കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിയുമായി സുഖമായി ജീവിക്കുന്നതിന് ഉപയോഗിക്കുകയും അതിനുശേഷം കോവലൻ്റെ ഈ സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെടുകയും അതിനുശേഷമാണ് കോവലൻ കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. കണ്ണകി സന്തോഷത്തോടുകൂടി കോവലനെ സ്വീകരിക്കുകയും അതിനുശേഷം കോവലൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ സമയം ആയപ്പോഴേക്കും കോവലൻ വലിയ ദരിദ്രനായി മാറുകയാണ്. കണ്ണകിയുടെ അവശേഷിക്കുന്ന 2 ചിലമ്പുണ്ടായിരുന്നു. ചിലമ്പെന്ന് വെച്ചാൽ കാലിൽ ധരിക്കുന്ന ഒരാഭരണം. അതിൽ ഒരു ചിലമ്പ് കോവലൻ്റെ അടുത്ത് കൊടുത്തു വിടുകയാണ്. ഇത് കടയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വരിക, അപ്പോൾ കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ കോവലൻ കണ്ണകിയുടെ ഈ ചിലമ്പുമായി ഒരു കടയിൽ വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്താണ് പാണ്ഡ്യരാജാവിൻ്റെ ഭാര്യയുടെ രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോകുന്നത്. അപ്പോൾ ആ കടയിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞിരുന്നു, ഇതുപോലെ ഒരു ചിലമ്പ് മോഷണം പോയിട്ടുണ്ട്, ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവരികയാണെങ്കിൽ അറിയിക്കണമെന്ന്. അതിനനുസരിച്ചിട്ട് ഈ കടക്കാരൻ കൊട്ടാരത്തിലേക്ക് അറിയിക്കുകയും കോവലനെ രാജഭടന്മാർ പിടിച്ചുകൊണ്ട് പോവുകയും ഈ ചിലമ്പ് രാജ്ഞിയുടെ ചിലമ്പിൻ്റെ അതേപോലത്തെ സാമ്യമുള്ള ചിലമ്പായിരുന്നു. അങ്ങനെ കോവലനെ മോഷണക്കുറ്റം ആരോപിച്ച് കോവലനെ വധിക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ കണ്ണകി വളരെ ദേഷ്യത്തിൽ കൊട്ടാരത്തിലേക്ക് ചെല്ലുകയും ഈ വിവരം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ കോവലൻ ഇതുപോലെ ചിലമ്പ് മോഷ്ടിച്ചു, അതുകൊണ്ടാണ് രാജ്ഞിയുടെ ചിലമ്പാണ് മോഷ്ടിച്ചത്, അതുകൊണ്ടാണ് വധിച്ചതെന്നറിയുന്നു. ആ സമയത്ത് ആ ചിലമ്പ് പിടിച്ചു വാങ്ങി തറയിൽ എറിഞ്ഞുടച്ചു. അപ്പോൾ ആ ചിലമ്പിൽ നിന്നും രത്നങ്ങൾ ചിതറിയെന്നാണ് പറയുന്നത്. അപ്പോൾ മഹാരാജ്ഞിയുടെ ചിലമ്പ് അതുമെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്തു നിന്നും മുത്തുകളാണ് ചിതറിയത്. അപ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത ചിലമ്പുകളാണെന്ന് മനസ്സിലാക്കുകയും ആ മനോവിഷമത്താൽ മഹാരാജാവ് മറിഞ്ഞു വീഴുകയും അതോടുകൂടി പാണ്ഡ്യരാജാവ് മരണപ്പെടുകയും ചെയ്യുന്നു. ഇത് കണ്ട് രാജ്ഞിയും മരണപ്പെടുന്നു. പക്ഷെ എന്നിട്ടും കണ്ണകിയുടെ ദേഷ്യം തീരാഞ്ഞിട്ട് രൗദ്രഭാവത്തോടുകൂടി കണ്ണകി മധുരാനഗരി ചുട്ടരിച്ചു. കണ്ണകിയുടെ ശാപത്താൽ മധുരാനഗരി എരിഞ്ഞു എന്നാണ് പറയുന്നത്. ആ സമയത്ത് മധുരമീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം കണ്ണകി അവിടുന്ന് ആറ്റുകാൽ, കേരളത്തിലുള്ള ആറ്റുകാൽ ഭാഗത്തേക്ക് വരികയും അവിടെ മുല്ലുവീട് എന്ന് പറയുന്ന ആ വീട്ടിലെ കാരണവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും, അതായത് സ്വപ്നദർശനം നടത്തുകയും അതിനുശേഷം അവിടെ ദേവിയെ കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. അതിനുശേഷം ദേവി വീണ്ടും വടക്കോട്ട് പോയെന്നും കൊടുങ്ങല്ലൂരിൽ ഭദ്രകാളിയിൽ ലയിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സംഹാരരുദ്രയായി വന്ന ദേവിയെ ശാന്തയാക്കുന്നതിന് വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാലയിട്ട് ദേവിയെ സ്തുതിക്കുന്നത്. അതുപോലെ താലപ്പൊലി വലിയ വിശേഷമാണ്. നാം ക്ഷേത്രങ്ങളിലൊക്കെ താലപ്പൊലി കാണാറുണ്ട്. എന്താണ് ഈ താലപ്പൊലി? ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞിട്ട് രൗദ്രഭാവത്തിലെത്തിയ കണ്ണകി ദേവിയെ ചേരനാട്ടിലെ കന്യകമാർ താലപ്പൊലി ഏന്തി സ്വീകരിച്ചു, പ്രസന്നയാക്കി. അതുമുതലാണ് ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവത്തിന് താലപ്പൊലി എടുക്കുന്നതെന്ന് പറയുന്നു. അതേപോലെ കണ്ണകി എന്ന് ഉദ്ദേശിക്കുന്നത് ദുർഗാദേവി തന്നെയാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും ദേവിയെ പ്രസന്നയാക്കാൻ വേണ്ടിയിട്ടാണ് താലപ്പൊലികളും ഇതുപോലെയുള്ള പൊങ്കാലകളുമൊക്കെ നടത്തുന്നത്. ഇതാണ് കണ്ണകി ചരിതം ആറ്റുകാലെ
അപ്പോൾ അവിടെ നിന്നും വന്ന ദേവിയെ ശാന്തയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൊങ്കാലയിട്ട് പ്രാർത്ഥിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കറിയാം, തിരുവനന്തപുരത്ത് നമ്മൾ പൊങ്കാലയ്ക്ക് തീ ഒന്ന് കത്തിക്കുമ്പോൾ, അടുപ്പിലേക്ക് തീ കത്തിക്കുമ്പോൾ ഒരു കാറ്റ് എവിടെ നിന്നൊക്കെയോ വരുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. ഓരോ വർഷവും താലപ്പൊലി എടുക്കുന്നതിന് ജനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത്രത്തോളം അനുഗ്രഹം ചൊരിയുന്നവളാണ് ആറ്റുകാലമ്മ. അതുകൊണ്ട് എല്ലാവരും പൊങ്കാലയിടണം. 17-ാം തീയതി മുതൽ പലരും വ്രതത്തിലായിക്കഴിഞ്ഞു. അതൊന്നും പറ്റാത്തവർ 5 ദിവസമോ അതല്ലെങ്കിൽ 7 ദിവസമോ ഒക്കെ വ്രതം എടുത്ത്, അതല്ലെങ്കിൽ തലേ ദിവസം ഒരിക്കലുണ്ടെങ്കിലും പിറ്റേ ദിവസത്തേക്ക് വ്രതം എടുത്ത് പൊങ്കാല ഇടണം. അപ്പം പൊങ്കാല ഇടുന്ന സമയവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. പൊങ്കാല ഇടാൻ ഇവിടെ വന്നിടാൻ പറ്റാത്തവരെല്ലാവരും അവരവരുടെ വീടുകളിൽ ദേവിയെ ഓർത്ത് പൊങ്കാല ഇടുക. ലളിതാ സഹസ്രനാമം ജപിക്കുക, ദുർഗാ സപ്തശ്ലോകിയൊക്കെ ജപിക്കുക, അറിയാവുന്ന ദേവീ നാമങ്ങളെല്ലാം ജപിക്കുക. ഇന്നത്തെ ദിവസം നവമിയാണ്. നമ്മുടെ മാഘമാസത്തിലെ നവരാത്രിയുടെ അവസാനത്തെ ദിവസമാണ് ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം എല്ലാവരും വിളക്ക് കത്തിച്ച് ദേവിയെ പ്രാർത്ഥിക്കണം. സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കണം, ദുർഗാദേവിയെ പ്രാർത്ഥിക്കണം. ലളിതാ സഹസ്രനാമവും ദുർഗാ സപ്തശ്ലോകിയും ഒക്കെ ജപിക്കാൻ പറ്റുന്നവർ ജപിക്കണം. അതല്ലെങ്കിൽ അമ്മേ നാരായണ എന്ന് പറയുന്ന ആ നാമം പരമാവധി സമയം ജപിക്കണം. ഇനി നാളെയാണ് ഏകാദശി എടുക്കുന്ന എല്ലാവരും ഒരിക്കലുണ്ണേണ്ടത്. ഒരിക്കലുണ്ണേണ്ടുന്ന കാര്യം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു നേരം മാത്രം അരി ഭക്ഷണം, ബാക്കി 2 സമയങ്ങളിലും അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. വൈകുന്നേരം പഴങ്ങൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സന്ധ്യയ്ക്ക് മുമ്പ് ആഹാരം കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക. ഉള്ളി, വെളുത്തുള്ളി മുതലായ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ആഹാരമാണ് നാളത്തെ ദിവസം ഏറ്റവും നല്ലത്. ഭഗവാനെ പ്രാർത്ഥിക്കുക. 20-ാം തീയതിയാണ് ഏകാദശി. ഏകാദശിയുടെ കഥ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കേൾക്കണം. അതനുസരിച്ചിട്ട് ഏകാദശി എടുക്കണം. നാളെ ഒരിക്കലുണ്ണണം. ഒരിക്കലുണ്ണേണ്ടുന്ന വിധമൊക്കെ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എല്ലാവർക്കും അറിയാം. രാവിലെ നിങ്ങൾ എന്തെങ്കിലും ഗോതമ്പൊക്കെ ചേർത്തുള്ള പലഹാരങ്ങൾ കഴിക്കുക. ഉച്ചയ്ക്ക് ചോറുണ്ണുക. ഇനി രാവിലെ അരി ആഹാരം കഴിക്കുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഗോതമ്പോ പഴങ്ങളോ ഒക്കെ കഴിക്കുക. ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക. ഉള്ളി, വെളുത്തുള്ളി ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ല, സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ പുറത്തു നിന്നൊക്കെ കഴിക്കേണ്ടി വരുന്ന ആളുകൾക്കാണെങ്കിൽ അതിപ്പോൾ ഉപയോഗിക്കുക. അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നിൽക്കുക. പിന്നെ സന്ധ്യയ്ക്ക് മുമ്പ് നമ്മുടെ ആഹാരം കഴിച്ചു തീർക്കുക. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏകാദശി എടുക്കുന്ന വിധം ഞാൻ നാളത്തെ ദിവസം ഒന്നും കൂടെ വിശദമായിട്ട് വീഡിയോ ഇടാം. എല്ലാവരും കേൾക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. കണ്ണകി ചരിതം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പൊങ്കാല ഇടണം. വീട്ടിലെങ്കിലും പൊങ്കാല ഇടാനായിട്ട് ശ്രമിക്കുക. ഇനി പുലവാലായ്മയുള്ളവരോ അതല്ലെങ്കിൽ മെൻസസ് ആയിട്ടിരിക്കുന്നവരോ ഒന്നും പൊങ്കാല ഇടരുത്. പക്ഷേ അവർ ആ സമയത്ത് എന്ത് ചെയ്യുക? പരമാവധി സമയം ദേവിയെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. തലവേദനയോ അതുപോലെ ശിരോസംബന്ധമായ രോഗങ്ങളൊക്കെ അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിനായിട്ട് മണ്ടപ്പുറ്റിടണം. മണ്ടപ്പുറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതല്ല അറിയാൻ മേലെങ്കിൽ പറഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിൽ ഞാനിത് വിശദമായിട്ട് പറഞ്ഞു തരാം. ഇത് വളരെ നല്ലതാണ്. ശിരോസംബന്ധമായ രോഗങ്ങളൊക്കെ ഇല്ലാതാകും. ദേവിയെ പ്രാർത്ഥിച്ച് മണ്ടപ്പുറ്റ് വഴിപാടായിട്ട് ചെയ്താൽ മതി. ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കുക. പരമാവധി സമയം ജപിക്കുക. ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.